കഴിഞ്ഞാ പെട്ടെന്ന് ഇപ്പൊ നിന്റെ പേർക്ക് പറയുമ്പോ എനിക്ക് എന്തെങ്കിലും പൈസന്റെ ആവശ്യം വരുമോ എന്തോ. അത് അമ്മയ്ക്ക് ആ സമയത്ത് തരൂലേ? എനിക്ക് ടെൻഷനാണ്. എങ്ങാനും വേട്ടം വാങ്ങിയെടുത്താല്. ഇതാണെങ്കിൽ ഞാൻ അവിടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചോളാം. അമ്മ എപ്പോഴാ വേണം പറഞ്ഞ അപ്പം അങ്ങോട്ടേക്ക് മാറ്റിത്തരാം. സ്ഥലമോ? ആ. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ രജിസ്റ്റർ ഓഫീസിൽ പോയി പൈസ കൊടുക്കാനൊക്കെ അയ്യോ, രജിസ്ട്രേഷൻ പൈസനെ കുറിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ അഭിലാഷ് ഏട്ടൻ എടുത്തോളും. ഇപ്പൊ അമ്മ എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യല്ലേ, അപ്പൊ ഒരു ചെലവ് വരുമല്ലോ, അത് അഭിലാഷ് ഏട്ടൻ കൊടുക്കും. ഇനി അമ്മയ്ക്ക് ഒരു ആവശ്യം വരുമ്പോ രജിസ്ട്രേഷൻ നടത്തണ്ട അമ്മന്റെ പേരിലേക്ക്, അപ്പൊ ഒരു ചെലവ് വരുമല്ലോ, അതും അഭിലാഷ് ഏട്ടൻ നയിക്കുള്ളൂ. അല്ല മോളെ, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പൊ ഒരു സ്ഥലം 20 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 1 കോടി കിട്ടും. 6, 7 ഒക്കെ ഉണ്ട്. വേണ്ട 5 കണക്കാക്ക സെന്റിന്. അത് വേഗം അങ്ങോട്ട് നിന്റെ പേർക്ക് എഴുതി തന്നാലേ അവനോടും കൂടി എനിക്കൊന്ന് ചോദിക്കണ്ടേ. എൻ്റെ കൂടെ ഇപ്പൊ അവനല്ലേ ഉള്ളത്. നിന്നെ കല്യാണം കഴിച്ച കുട്ടിയല്ലേ, നീ എപ്പോഴെങ്കിലും വരും പോകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ മോനില്ല അടുത്തുള്ളത്. അപ്പൊ അവനോടും കൂടി ചോദിച്ചിട്ട് ഞാൻ നിനക്ക് എഴുതി തരാം. നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും അവനെ കൊടുക്കില്ല, നിനക്ക് എന്നെ തരും. മനസ്സിലായി. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല. ഏട്ടന്റെ പേരിലാണോ സ്ഥലമുള്ളത്? ഏട്ടനോട് ചോദിക്കാൻ. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഏട്ടന്റെ കൊടുത്തതല്ലേ? എന്നാലും എങ്ങനെയാണിത് അവനറിയണ്ടേ? ഞാൻ അവന്റെ അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവനോട് ചോദിക്കാൻ ഞാൻ തരാം. നീ എനിക്ക് ഉറപ്പായിട്ട് നിനക്ക് എന്നെ തരാം. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. എനിക്കിപ്പോ ഒരു അത്യാവശ്യം 20 ലക്ഷം ഉറുപ്പിന്റെ ഒരു ആവശ്യമുണ്ട്. മോളൊരു കാര്യം ചെയ്യും, അതിപ്പോ അങ്ങ് തിരിച്ചതാ. എന്നിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് തരാം. ഇത്രയും 1 കോടി ഉറുപ്പിന്റെ സ്ഥലവും ഇല്ലേ? 20 ലക്ഷം ഉറുപ്പിയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അമ്മ എന്താ 20 ലക്ഷത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? ഞാൻ നാളെ മറ്റന്നാൾ വിൽക്കാൻ പോവുകയാണോ? അമ്മ എന്നെ വിശ്വാസമില്ലാതെ തന്നെ. അമ്മന്റെ നന്മയ്ക്കാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത്. നീ അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്താ, ഈ വേണം നമ്മ കയ്യിൽ വെച്ചോ. ഇത് എനിക്കെന്തിനാ? ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടല്ലോ. അമ്മയ്ക്ക് അമ്മന്റെ സ്ഥലം എന്റെ പേരില് താൽക്കാലികമായിട്ട് അമ്മേന്റെ സുരക്ഷയ്ക്ക് എഴുതരാൻ അമ്മയ്ക്ക് ഇതില്ല, ധൈര്യമില്ല. ഇത് വെച്ചോ. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് സ്വർണ്ണോ സ്ഥലമോ പണോ ഒന്നും വേണ്ട. അമ്മേനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. വാങ്ങിക്കാമേ, വാങ്ങി കയ്യിൽ വെച്ചോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അവളെ നിന്ന് എന്തേലും കിട്ടുന്നത്. എന്നിട്ടേ ആ വള വാങ്ങി വെച്ചിട്ട് ആ സ്ഥലം കണ്ട് എഴുതി കൊടുക്കുക. അയ്യോ, ഞാൻ ആരുടെ ഒന്ന് തട്ടിപ്പറിക്കാൻ വന്നതല്ലേ. ചിലരെയൊക്കെ പേടിച്ചിട്ടാ. കള്ളന്മാര് കപ്പിളിൽ തന്നെ ഉണ്ടാകുമ്പോ ഇനി വേറെന്താ ചെയ്യാ? അമ്മേന്റെ സുരക്ഷ മാത്രമേ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. എന്റെ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും എന്നായാലും. അയ്യോ, നീ അമ്മേന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കണ്ടോ? അതുകൊണ്ടായിരിക്കുമല്ലേ അന്ന് രാത്രി നീ നിന്റെ കെട്ടിയവനെ കൊണ്ട് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു സ്ഥലം ഞങ്ങളുടെ പേരിലേക്ക് ആക്കിത്താന്ന്. നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ലല്ലോ. എടി, ആ സമയത്ത് അമ്മയ്ക്ക് നല്ല പനി, ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ്. ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ ആണെന്ന്. അപ്പൊ തന്നെ നിനക്ക് വന്നൊരു സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അമ്മേന്റെ കൂടെ നിന്നിട്ട് അമ്മേനെ പരിചരിക്കല്ലേ വേണ്ടത് അങ്ങനെയുള്ള സമയത്തൊക്കെ.